വെൽക്കം ടു ഇംഗ്ലീഷ് ക്ലാസ്. നമ്മൾ ഇംഗ്ലീഷ് ക്ലാസ്സിൽ ഹൗ ടു റൈറ്റ് എപ്രീസിയേഷൻ, ഒരു പോയത്തിൻ്റെ ആസ്വാദനക്കുറിപ്പ് നമ്മൾ എങ്ങനെ എഴുതും എന്നുള്ളതാണ് നമുക്കൊന്ന് പഠിക്കാനുള്ളത്. ഹൗ ടു റൈറ്റ് എപ്രീസിയേഷൻ. നമുക്ക് എപ്രീസിയേഷൻ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ഉള്ള ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒരു പോയം തരും, ഒരു പദ്യത്തിൻ്റെ കുറച്ച് ലൈൻസ് തരും. ആ പദ്യത്തിൻ്റെ അർത്ഥം നിങ്ങൾ മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളുടെ പാഠവുമായി ബന്ധപ്പെട്ട് വരുന്ന ഒരു താരതമ്യമാണ് എഴുതാൻ വേണ്ടി പറയാം. അപ്പോൾ രണ്ട് കവിതകൾ തമ്മിൽ താരതമ്യം ചെയ്തുകൊണ്ട് പറയാനാണ് നിങ്ങളോട് എക്സാമിന് എഴുതുക. അപ്പോൾ നമുക്കത് ഏത് പോയാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ എക്സാമിന് അത് 8 മാർക്കിൻ്റെ ചോദ്യം ആയതുകൊണ്ട് 4 മാർക്ക് നിങ്ങൾക്ക് നിർബന്ധമായും കിട്ടാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ഫോമാറ്റ് ഞാൻ അതിന് വേണ്ടി തയ്യാറാക്കിയിട്ടുണ്ട്. നമുക്കത് നോക്കാം. അപ്പം നിങ്ങൾ ആദ്യം എഴുതേണ്ടത് ദ പോയം ഈസ് റിട്ടൺ ബൈ ഡാഷ് വൺ ഓഫ് ദി ഫേമസ് റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ഈ ലൈനാണ് നോക്കേണ്ടത്. ദ പോയം ഡാഷ് എന്ന് കൊടുത്തുണ്ടോ, അവിടെ നിങ്ങൾക്ക് ഏത് പോയമാണോ തരുന്നത് ആ പോയത്തിൻ്റെ പേരാണ് അവിടെ എഴുതേണ്ടത്. അപ്പോൾ ദ പോയം ഒരു പേര് എഴുതട്ടോ, ഈസ് റിട്ടൺ ബൈ എന്ന് പറഞ്ഞിട്ട് അവിടെ എഴുതേണ്ടത്, ബൈക്ക് ശേഷം എഴുതേണ്ടത് ആ കവിത എഴുതിയ ആളുടെ പേരാണ്. ആ കവിത എഴുതിയ ആളുടെ പേര് അവിടെ എഴുതാം. വൺ ഓഫ് ദി ഫേമസ് റൈറ്റേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. ബാക്കി എല്ലാ സെൻറ്റൻസും ഇതിലുള്ള പോലെ തന്നെ എഴുതുക. ക്വസ്റ്റ്യൻ വരുമ്പോൾ പോയത്തിൻ്റെ പേര് ആദ്യത്തെ ഡാഷിലും രണ്ടാമത്തെ ഡാഷിൽ പോയം എഴുതിയ ആളുടെ പേരും എഴുതി ചേർക്കാം. ദ ബ്യൂട്ടിഫുൾ പോയം ടെൽസ് അബൌട്ട്. അടുത്ത സെൻറ്റൻസാണ് ദ ബ്യൂട്ടിഫുൾ പോയം ടെൽസ് അബൌട്ട്. ഈ മനോഹരമായ പോയം പറയുന്നത്. എന്തിനെക്കുറിച്ചാണ് പറയുന്നതെന്ന് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയും. പ്രത്യേകിച്ച് നിങ്ങളുടെ ഭാഗവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും പോയത്തിൻ്റെ ഒരു അർത്ഥമായിരിക്കും വരിക. അപ്പോൾ അതെന്താണെന്നുള്ളത് മുൻകൂട്ടി പറയാനില്ല. അതുകൊണ്ട് തന്നെ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ ആ ക്വസ്റ്റ്യൻ അനുസരിച്ചുള്ള ആൻസറാണ് അവിടെ നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. അത് കഴിഞ്ഞ ശേഷം ഇവിടെ ഒരു ബോക്സ് വരച്ചിട്ടുണ്ട് ഞാൻ അല്ലേ. ഇവിടെയാണ് നിങ്ങൾ ആ പോയത്തിൻ്റെ മീനിങ് എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള പോയംസ് ആണെങ്കിൽ നിങ്ങൾ അതിൻ്റെ മീനിങ് മനസ്സിലാക്കിയിട്ട് അതിവിടെ എഴുതി ചേർക്കുക. അപ്പോൾ അതെനിക്ക് എഴുതി തരാൻ പറ്റില്ല, അത് ഓരോ പോയത്തിൻ്റെയും വ്യത്യാസപ്പെടും. അതും എഴുതിയതിന് ശേഷം നിങ്ങൾ താഴേക്ക് എഴുതേണ്ടത് ദ പോയറ്റ് ഹാസ് യൂസ്ഡ് വേരിയസ് പോയട്രി ഡിവൈസസ് ടു മേക്ക് ദ പോയം അപ്പീലിംഗ് ഫോർ ദ റീഡേഴ്സ്. ദ പോയറ്റ് ഹാസ് യൂസ്ഡ്, ഇവിടെ കവി ധാരാളം ഉപയോഗിച്ചിട്ടുണ്ട്, പോയറ്റിക് ഡിവൈസസ് ഉപയോഗിച്ചിട്ടുണ്ട്. എന്തിനാണ് കവി ഇതൊക്കെ ഉപയോഗിക്കുന്നത്? ടു മേക്ക് ദ പോയം അപ്പീലിംഗ് ഫോർ ദ റീഡേഴ്സ്. വായനക്കാർക്ക് കുറച്ചുകൂടി ഈ പോയം അട്രാക്റ്റീവായിട്ടും ശ്രദ്ധ ആകർഷിക്കാനും വേണ്ടിയിട്ടാണ്. ഹി ഹാസ് എംപ്ലോയിഡ്, അദ്ദേഹം ഉപയോഗിച്ച പോയട്രി ഡിവൈസസ് ഏതൊക്കെയാണ്? ഹി ഹാസ് എംപ്ലോയിഡ് ഉപയോഗിച്ചത്. ഹി ഹാസ് യൂസ്ഡ് പോയട്രി ഡിവൈസസ് ലൈക്ക് സിമിലി, മെറ്റഫർ, പേഴ്സണിഫിക്കേഷൻ, വിഷ്വൽ ഇമേജസ്, റൈമിംഗ് വേർഡ്സ്, അലിട്രേഷൻ, റൈമിംഗ് സ്കീം. ഈ പറയുന്ന പോയട്രി ഡിവൈസസ് ഒക്കെ നമ്മുടെ കവിതയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. അത് കവിതയിൽ ഉണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് എടുത്ത് എഴുതും വേണം. അപ്പോൾ നിങ്ങൾ പഠിക്കാനുള്ള കവിതയുടെ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് എഴുതിത്തരും. ക്വസ്റ്റ്യൻ പേപ്പറിൽ തരുന്ന പോയത്തിനെ നിങ്ങൾ സ്വയം കണ്ടെത്തി എഴുതണം. ദ പോയം ഈസ് വെരി ഇൻട്രസ്റ്റിംഗ് ടു റീഡ്. ഈ പോയം വായിക്കാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഇറ്റ് ഗീവ്സ് ഗുഡ് മെസ്സേജ്. ഈ പോയം നല്ലൊരു സന്ദേശം നൽകുന്നു. ഐ ലൈക്ക് ദിസ് പോയം വെരി മച്ച്. എനിക്ക് ഈ പോയം വളരെ ഇഷ്ടമാണ്. ഇറ്റ് ഈസ് എ ഗുഡ് പോയം ടു റീഡ് ആൻഡ് എൻജോയ്. ഈ പോയം വായിക്കാനും എൻജോയ് ചെയ്യാനൊക്കെ നല്ലതാണ്. ഐ ലൈക്ക് ദി ലൈൻസ്. ഐ ലൈക്ക് ദ ഗിവൺ. GIVEN ആണ്, അവിടെ മേലോട്ട് എഴുതിയിട്ട് GIVEN. ഗിവൺ ലൈൻസ് വെരി മച്ച്. ഐ റെക്കമെൻഡ് ദിസ് പോയം ഫോർ ഫർദർ റീഡിങ്. ഞാൻ ഈ പോയം മറ്റ് അധികമായിട്ടുള്ള വായനകൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യും, ഉപയോഗിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് ഐ റെക്കമെൻഡ് ദിസ് പോയം ഫോർ റീഡിങ് മൈ ഫ്രണ്ട്സ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ എഴുതാം. ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് ഈ പോയം വായിക്കാൻ വേണ്ടിയിട്ട് നിർദ്ദേശം കൊടുക്കുന്നു എന്നൊക്കെ എഴുതാം. ഇങ്ങനെയാണ് ഒരു അപ്രീസിയേഷൻ്റെ ഫോമാറ്റ്. ഇതെങ്കിലും എഴുതി വെച്ച് നിങ്ങൾക്ക് പകുതി മാർക്കെങ്കിലും തരും. ഓക്കെ.